എവിടെയാ അവൻ? കെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. കെമിക്സിന്റെ മണ്ടയ്ക്ക്. ഗെയിമിക്സിന്റെ മണ്ടയ്ക്കോ? ആ, കിട്ടി. ആഡസ് മോഡറേറ്റർ. ഓക്കെ, അത്യാവശ്യം മോഡറേറ്റേഴ്സ് ഒക്കെ ആയില്ലേ, സെറ്റായില്ലേ? അപ്പോൾ നമുക്ക് കാര്യങ്ങളിലോട്ട് കിടക്കാം. ഒരുപാട് വലിച്ചു നീട്ടാനുമില്ല, ഒരുപാട് ചുരുക്കാനുമില്ല. പറയേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തീർക്കാം. ഓക്കെ അല്ലേ? റെഡിയല്ലേ ഗൈസ്? ഇനി സ്ക്രീനും കൂടെ കാണിച്ചില്ലെന്നുണ്ട്. കാണുന്നുണ്ടോ? ഇല്ല, സ്ക്രീൻ വന്നില്ല. ഇപ്പൊ കാണുന്നില്ലേ? ബ്ലാക്ക് സ്ക്രീൻ മാറിയില്ലേ? റെഡിയല്ലേ? ഇല്ല, ഇന്ന് വളരെ ഷോർട്ട് സ്ട്രീമാണ്. ഞാനിപ്പോൾ തന്നെ ലൈവ് എൻഡ് ചെയ്യും. അപ്പം നമുക്ക് തുടങ്ങാം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായൊരു കോൺട്രവേഴ്സി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് ഒരു ഗ്രൂപ്പിനെ സെർവറിൽ ഗ്യാങ് ആക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുന്നത്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിലേറെ പ്രഷർ ഓൾറെഡി സെർവറിനുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ വെളിയിൽ നടക്കുന്ന വേറെ പല ഇഷ്യൂസിൻ്റെയും പല ലീഗൽ ഇഷ്യൂസിൻ്റെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ സെർവറിലുണ്ട്. സോ ഇപ്പോൾ നടക്കുന്ന കോൺട്രവേഴ്സി പൊക്കോണ്ടിരിക്കുന്നൊരു ഇത് വെച്ചിട്ട്, അതായത് ഈ പറയുന്ന പോലെ പലരുടെയും അച്ഛൻ്റെ പേരും അതേപോലെ OC കാര്യങ്ങളൊക്കെ ഡ്രാഗ് ചെയ്ത് ഇപ്പോഴത്തെ കോൺട്രവേഴ്സി പോയി നിൽക്കാൻ പോകുന്നത് ഇതിനെക്കാട്ടിലും ഭയങ്കരമായ OCകളിലായിരിക്കും. OCയിലുള്ള പല കാര്യങ്ങളിലുമായിരിക്കും. സോ അതിലൊന്നും എക്സ്ലാൻഡിസിന് ബന്ധപ്പെടാൻ താല്പര്യമില്ല. ഓക്കെ, അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കോൺട്രവേഴ്സിയിൽ ഇനി എക്സ്ലാൻഡിസിൻ്റെ നെയിം ഡ്രാഗ് ചെയ്യരുത്. ഇതും എക്സ്ലാൻഡിസുമായിട്ട് ഇനി ബന്ധം ഉണ്ടായിരിക്കത്തില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെർവറിൽ ഇനി ഈ 2 ഗ്യാങ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, 2 ഗ്യാങ് ഒരുമിച്ച് മുന്നോട്ട് പോവില്ല എന്നുള്ളൊരു കാര്യം വളരെ ക്ലിയറാണ്. ഈ 2 ഗ്യാങ്ങിനും ഒരുമിച്ച് ഈ ഒരു സെർവറിൽ ഇനി കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാങ്ങിനെ ഇവിടെ കളിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും TV എന്ന് പറയുന്നൊരു ഗ്യാങ് നമ്മുടെ ഡൗൺ ടൈമിലും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു ഗ്യാങ്ങാണ്. സോ TV ആയാലും KV ആയാലും നമുക്ക് എന്തായാലും കൈവിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു എക്സാൻഡിസ് എന്ന് പറയുന്ന സെർവറിൽ TV എന്ന് പറയുന്ന ഗ്യാങ് ആയിരിക്കും റീറ്റേൺ ആയിട്ട് നിൽക്കാൻ പോകുന്നത്. ഇനി RZ7 ഇവിടെ ഗ്യാങ് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ വീണ്ടും പറഞ്ഞു, നമുക്ക് ഇപ്പം തന്നെ ഒരുപാട് പ്രഷർ നല്ല രീതിയിലുണ്ട്. അതിൽ കൂടുതൽ തലവേദന എടുത്തു വെക്കാൻ താല്പര്യമില്ല. ഈ ഒരു കോൺട്രവേഴ്സിയിൽ ഇനി എക്സ്ലാൻഡിസിന് ബന്ധം ഉണ്ടായിരിക്കത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ക്ലിയർ കട്ടായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലൈവ് ഇട്ടത്. ഓക്കെ, അതുകൊണ്ടാണ് വളരെ ഷോർട്ട് സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഇനി ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ബ്രോ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സെയിം ബ്രോ, നമുക്കും തീരെ താല്പര്യമില്ലാത്ത പരിപാടിയാണ് ഈ എന്താ പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനല്ല. നമുക്ക് ഈ ആവശ്യമില്ലാത്ത തലവേദന എടുത്തു വെക്കാൻ നമുക്ക് തീരെ താല്പര്യമില്ല. നമുക്ക് അതല്ലാതെ തന്നെ കുറേ പണി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് RZ7 മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരെ ഗ്യാങ് ആക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. അതാണ് എൻ്റെ അഭിപ്രായം. യെസ്, അപ്പോൾ അതാണ് സെർവറിൻ്റെ തീരുമാനം. ബാക്കി ഇതിൻ്റെ പുറകിൽ പല കാര്യങ്ങളും വരുമെന്നറിയാം. എന്തായാലും വെച്ച് നടക്കട്ടെ. ഈ ഒരു കോൺട്രവേഴ്സിയിൽ സെർവറിൽ ഇടപെടാൻ താല്പര്യമില്ല. അതാണ് സെർവറിൻ്റെ ഫൈനൽ ഡിസിഷൻ. ഓക്കെ, അപ്പോൾ സെർവറിൻ്റെ പേരെങ്ങും വിളിച്ച് ഡ്രാഗ് ചെയ്തെന്ന് പറഞ്ഞത്, ഡ്രാഗ് ചെയ്താൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ പിന്നെ പറയേണ്ടിയിട്ട് വരും എന്നുള്ളത് മെൻഷൻ ചെയ്തത്. അത്രേ ഉള്ളൂ. ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഇതിനകത്തില്ല. ഓക്കെ, അത് ആടുപുറ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്തില്ല. വെറുതെ അനാവശ്യമായി സെർവറിനെ ഡ്രാഗ് ചെയ്യാനോ ഇതിനോ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ചെയ്യാതിരിക്കുക.